വയനാടിന്റെ ദുരന്തഭൂമിയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തനം നടത്തിയ 122 മദ്രാസ് ബറ്റാലിയൻ ഇന്ത്യൻ ആർമിയെ താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF ആദരിച്ചു. കമാൻഡിംഗ് ഓഫീസർ കേണൽ ഡി നവിൻ ബെഞ്ചിതിനെ ഷാൾ അണിയിക്കുകയും മൊമെന്റോ നൽകുകയും ചെയ്തു. താലൂക്ക് ദുരന്ത നിവാരണ സേന സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ ഉമറലി ഷിഹാബ് സ്നേഹോപഹാരം കൈമാറി. വയനാടിന്റെ മണ്ണിൽ നാടിനെ നടുക്കി ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഏറ്റവും പെട്ടെന്ന് എത്തിയ സൈനികരുടെ ടീമാണ് ഇവർ. ആദ്യഘട്ടം 42 പേർ അടങ്ങുന്ന സംഘം 2 ട്രക്കുകളിലും 2 ജിപ്സിയിലുമായി പുഴ മുറിച്ചു കടക്കാൻ താൽക്കാലിക പാലം ഒരുക്കിയതും മുണ്ടക്കയം, പുഞ്ചപ്പിരിവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെയും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകളുടെയും രക്ഷാപ്രവർത്തനം നടത്തി മറുകരയിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ടീമും കൂടിയാണ് ഇവർ. ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള സുബേദാർമാരായ ബിജിൽ, ജയേഷ്, നായിക് സുബേദാർ അനിൽകുമാർ അടക്കം 42 സൈനികർ ദുരന്തമുഖത്ത് സേവനം ചെയ്തു. 190 ആളുകളെ ആദ്യ ദിവസം രക്ഷപ്പെടുത്തുകയും 24 മൃതദേഹങ്ങളും കണ്ടെത്തി. രണ്ടാം ദിനത്തിൽ 19 പേരെ രക്ഷപ്പെടുത്തുകയും 8 മൃതദേഹങ്ങളും ഇവർ കണ്ടെത്തി. തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ സേവനമാണ് ഈ സംഘം നടത്തിയത്. ആംബുലൻസ് അടക്കം മെഡിക്കൽ സംഘവും ഇവരുടെ ടീമിൽ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെയും അധികൃതരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ സൈനിക സംഘത്തെയാണ് താലൂക്ക് ദുരന്ത നിവാരണ സേന TDRF ആദരിച്ചത്. ചടങ്ങിൽ മേജർ മധുസുധാകർ, സുബേദാർ ഉണ്ണികൃഷ്ണൻ, TDRF കോർഡിനേറ്റർമാരായ അൽ ജമാൽ നാസർ, ഷാഹിദ് ലത്തീഫ്, ഷബീർ വാഴക്കാട്, FLS സിദ്ദീഖ്, ജലാൽ വാഴക്കാട് തുടങ്ങിയവരും പങ്കെടുത്തു.